ഒന്നത്തിനെ കാണുന്നില്ലല്ലോ. വെള്ളം എവിടെ പോയി? ഇപ്പുറത്ത് തള്ളയുടെ കൂടെ ആയിരുന്നു ഇത്ര നേരമെല്ലാം. വരുന്നുണ്ട്. അങ്ങനെങ്ങാണ്ട് പോയി കിടക്കുന്നു. വർഷത്തിൽ 1-2 തവണ ഇത് വിരിയത്തുള്ളൂ. ഇത് ഭയങ്കര സ്മെല്ല. കിടന്നോ അവിടെ. കിടന്നോ. കിടന്നോ അവിടെ. സുമ്പാ കിടന്നോ അവിടെ. കിടന്നോ. ചെറിയ എൻ്റെ കാലം കറിപ്പിക്കാനുള്ള വേണ്ടോ. ഉടുപ്പിക്കല് കടിച്ച് പറിക്കല്. നോക്ക്, അവിടെ കിടക്കുന്ന പട്ടികളിൽ ഒരെണ്ണം എന്നിട്ട് കോഴി ഓടിക്കുന്നു. കോഴി കൊത്തുന്നതുകൊണ്ട് വേണ്ടിയിട്ട് ഓടിക്കുന്നുണ്ട്. നോക്കി, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട്. ഇത് കളിക്കുന്നതാണോന്ന് പറയാൻ പറ്റില്ല. കൊള്ളാം. വെള്ളക്കോഴിക്കട്ടെ എപ്പോഴും ഉപദ്രവം. ഇത് തമ്മിൽ അതുള്ളൂ. എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കാതിരുന്നാൽ കൊള്ളാം. ഇതുപോലെ സൗഹൃദത്തോടെ അങ്ങ് പൊക്കൂ.
എന്തുവാടാ എന്നാ ഏട്ടനാണോ വെടിയാണോ? ഇവിടെ ഒരുത്തനുണ്ട്, എന്ത് ചെയ്യണം? അവിടെ എങ്ങാണ്ട് പോയി കിടപ്പുണ്ട്. ഒരെണ്ണം കൊടുത്തു, വെള്ളക്കോഴി. അവിടെ ചുമ്മാ കൊത്ത് കിട്ടും കേട്ടോ. ഇവൻ അവർക്കിട്ട് വന്ന് പിടിക്കാനും ചെല്ലും, അവരൊന്ന് കൊത്തുകയും ചെയ്യും. ഒരെണ്ണം എന്താ അവിടെ പോയി കിടപ്പുണ്ട്. നീ അങ്ങോട്ട് നോക്ക്. ഒരെണ്ണം കൊടുത്തു. വെള്ളക്കോഴിക്കിട്ടാണ് എപ്പോഴും പിടിക്കുന്നത്. വെള്ളക്കോഴി കൊത്തും കൊടുക്കുന്നത്. കണ്ടോ വരുവോ? ഈ കറുത്ത പട്ടിയാണ് ഇവിടെ. പരിപ്പിട്ടോ? ഉഴുന്ന് മാത്രമോ? അപ്പം ക്യാരറ്റും ഉള്ളിപ്പൂവും എന്തോന്നായിരുന്നു? അച്ചിങ്ങാപ്പയറല്ലേ, ബീൻസിന് പയർ. അങ്ങനൊന്നുമില്ല, നമ്മളിടുന്ന എന്തിടുന്നു അതാണെന്ന് നമ്മുടെ ഭക്ഷണം. ഇതൊക്കെ പണ്ടോട്ട് ആരും എഴുതി വെച്ചൊന്നുമല്ലോ. ആ ക്യാരറ്റ് ഇട്ട്. അപ്പോൾ ആ ക്യാരറ്റ് ഏതായിരുന്നു? ഇതാണ് ക്യാരറ്റ്. അവനിടയ്ക്ക് ക്യാരറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ അത്രേ ഉള്ളൂ എന്ന് ഓർത്ത്. ജയ പിണങ്ങുന്നില്ല. അങ്ങനെ പിണങ്ങാനാണെങ്കിൽ ജീവിതത്തിൽ ജയക്ക് പിണക്കമേ കാണും. ഉപ്പിട്ടോ? ആരാ ഉണ്ടാക്കുന്നത്? ഞാൻ ഇപ്പിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടപ്പെട്ടില്ലല്ലോ. നമ്മൾ ചെവിക്കാത്ത രോമം ഒന്ന് കഴിക്കാൻ വേണ്ടിയായിരുന്നു. ഉപ്പ് അവിടെ ഉണ്ട്. എന്താ പൊന്നെ മതി. കുറവല്ലേ? അത് കുറവാ. അതിനിപ്പോൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ നോക്കി ഉപ്പിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കാം. തേങ്ങ കുറച്ചിടും, ബട്ട് തേങ്ങ ഇല്ല. ഞാൻ കുറച്ചിടുന്നു. ഇതെന്തിനാ ഇത്ര ഇടുന്നത്? അതിനകത്തോട്ട് പിടിക്കേണ്ട ആവശ്യം. മഞ്ഞപ്പൊടി ഇട്ടോ? പറഞ്ഞു തരണ്ട, എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക. ആണല്ലേ? ഇന്നും ആദ്യമായിട്ട് അല്ലേ? ഇല്ല. കിടന്നു കൂട്ടിലോ? മറന്നുപോയല്ലേ ചൂടോടെ കഴിക്കാൻ? അല്ല, ഞാൻ ഇങ്ങനത്തെ മറവിയൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ ഓർക്കില്ല. അല്ലേ, അറിയാതൊക്കെ എങ്ങനെ? അത്രയൊന്നും പോരാ. കുഴഞ്ഞ മാവ് വേണമെന്ന് ചേട്ടല്ലേ പറയാം. മതി കേട്ടോ, കുഴഞ്ഞ് വേണമെന്ന് പറഞ്ഞില്ലേ? മതി 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 മതി. ഇവിടെ വയ്ക്കാം അല്ലേ? ചേട്ടൻ കൂടെ നല്ല സുഖമില്ല. അടുത്ത് ഉപ്പ് നോക്കണം. ഞാൻ നോക്കത്തില്ല. ഞാൻ നോക്കണേ, ഞാൻ തന്നെ എടുക്കുക. എനിക്ക് അതിനകത്തുനിന്ന് എടുത്ത് എൻ്റെ ഇന്നാളെ ഒരു ദിവസം എൻ്റെ കൈ ചേട്ടൻ ഇതുപോലെ പൊള്ളിച്ചതാ. ഞാൻ മറന്നിട്ടില്ല. ഞാൻ നോക്കിക്കോളാം. ഞാൻ നോക്കാം. നോക്കി
സൂപ്പർ. ചേട്ടോളാം മാറിക്കും. ഒത്തിരി വേണ്ട, പക്ഷെ ഉപ്പുണ്ട് ഇതിന്. ഉണ്ട്, എനിക്കറിയാം. കുറച്ചുകൂടെ മതി. മതിയെന്നേ പിള്ളേൽ തന്നെ. ഉപ്പുമാവ് വന്നപ്പോൾ ഉപ്പ് വാരി ഒഴിക്കണമെന്നുണ്ടോ? നമുക്ക് തിളക്കട്ടെ. പതിയെ ചാരം ചാരൊക്കെ രുചിയല്ലേ? ചാരരുചി. ചേട്ടാ ചെയ്യുമ്പോൾ രുചി, ഞാനെങ്ങാനും അരുചി. അരുചി വിത്തതെറി ചിലപ്പോൾ തള്ളു. ഇത് വറുത്ത് വെച്ചോ? ചേട്ടല്ലേ വറുത്തേ? ജയം ജയം പരാജയം. ആയിക്കോട്ടെ, പേരില്ലെങ്കിൽ വെട്ടി തിളക്കാൻ കണ്ടിട്ടുണ്ടോ നീ? അതിപ്പോഴല്ലേ വെട്ടിയിട്ട് ഇപ്പോഴൊന്നുമല്ല, അന്നേരം ഇത് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെട്ടി തിളക്കാൻ സമയമത്. ഞാൻ ഇളക്കട്ടെ? വേണ്ട, വെട്ടി തിളക്കുമല്ലേ, തിള തന്നെ ഇളക്കല. ആ തിളക്കല തന്നെ ഒരു ഇളക്കല. ഇളക്കിയിട്ട് ഇനി വേണമായിരിക്കും. ഇനി വേണമെന്നേ കുറച്ചുകൂടെ ഇട്ടുന്നു വാ. ഓ, അത് കാണും പറയത്തില്ലേ? എങ്ങനെ അറിയാം? കുറച്ചുകൂടെ ഇടുന്നേ. വേണ്ട മോളെ, ഇത് മതിയോ? ഇതെല്ലാം തികയുമോ? പിന്നെ തികയില്ല. എല്ലാം ഇനിയും വെള്ളം ഒഴിക്കണം. വേണോ? ആ വേണ്ട വേണ്ട, ഇങ്ങനെ ഒന്നുമില്ല. ഇച്ചിരി കൂടെ. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടം. ഓക്കെ, നിനക്കോ? എനിക്ക് അത്രയ്ക്ക് ഒത്തിരി കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ വേണ്ട, ചേട്ടൻ്റെ ഇഷ്ടത്തിനുള്ളത് മതി. മതിയോ? മുത്തിനും അങ്ങനെ ഇഷ്ടമൊന്നുമില്ലടാ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. ആ വേണ്ട, ചേട്ടാക്ക് ഇതാണ് ഇഷ്ടം. ചേട്ടാ പറഞ്ഞല്ലോ എനിക്കിതാണ് ഇഷ്ടം. മാറിയിരുന്നു പുറകോട്ട് മാറ്. എടുത്തോണ്ട് പോട്ടെ. ഇവിടെ എന്താ സംഭവിക്കുന്ന കാര്യം വേറെയാണ്. വെള്ളം കൂടുതൽ വേണം വെക്കണം. ഓക്കെ, ഇതൊക്കെ പഴമാണോടി? ബനാന. ഇതിൻ്റെ കൂടെയോ? പഞ്ചസാര ഒന്നത്തെ കഴിക്കരുത്. പഞ്ചസാര കഴിക്കുന്നില്ല, ചുമ്മാ അതിനകത്ത് ഇരുന്നുണ്ട്. മതിയോ? നോക്കിക്കേ. ചുമ്മാ പിന്നെ ഇത് എന്നാ പഞ്ചസാരയാണോ? ഓക്കെ, ഇതെനിക്കാണ് കാപ്പി. നിന്റെ അല്ലേ? ഇത്ര ഇങ്ങനെ പാവം കളിക്കാതെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു ചുമ്മാ ഇങ്ങനൊക്കെ അങ്ങ് പാവം കളിച്ച എന്നെ. എൻ്റെ ആണോ? ആണോ ഒന്നും പറയില്ല. നെയ്യും കൊണ്ടേ നല്ലതായിരുന്നല്ലേ ചേട്ടാ? ഇല്ലെന്നറിയാം. പിന്നെ അമ്മ കൊണ്ട് കൊടുത്ത് ചേച്ചാ നെയ്യ് ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്നാ ചേട്ടാ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് ചേട്ടാ ഉപ്പോന്നിരുന്ന് കാണുന്ന ഒരു താല്പര്യമില്ല. അതിനെ ഇട്ട് അയ്യോ അതിനെ ഇട്ട് അങ്ങോട്ട് അങ്ങോട്ട് ആളിച്ച് പറിച്ച്. ദൈവമേ, ഇങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്? അതിനൊരു ബഹുമാനം കൊടുക്ക്. ഭക്ഷണത്തിനോട് കുറച്ച് ബഹുമാനമൊക്കെ ആവാം. സാരില്ല, മതി.
ഇത്തിരി പഞ്ചസാരയായി. ഉപ്പുമാവ് അങ്ങനെ ഉണ്ട്? അത് വെച്ച് എങ്ങനെ ഉണ്ടെന്ന് എങ്ങനെ ഉണ്ടെന്ന് പറ. ഞാൻ അരിഞ്ഞു തന്നില്ല. ഞാൻ ഉള്ളിയും ഇഞ്ചിയും മാത്രമേ അരിഞ്ഞു തന്നുള്ളൂ. എങ്ങനെ ഉണ്ടെന്ന് പറ. ആ ഓക്കെ. ശാംഭവിയാണോ അതോ സിംബയാണോ? കഴിക്കുന്ന ആരാണ്? അപ്പോഴും ഉപ്പുമാവ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയാം. തല കട്ടായി പോയി ആണോ നീ വീഡിയോ എടുക്കുന്നത്? എന്നാ കട്ടായ സംഭവം കിട്ടുന്നുണ്ടല്ലോ, മനസ്സിലായോ? എന്നാ കിട്ടുന്നുണ്ട്? വാല് തലയില്ലാത്തൊരു സാധനം. ഇതാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് ഏറ്റവും വലിയൊരു മടി. ആരാ നീ? എന്റെ കൊച്ചാണോ? നല്ല മണമല്ലേ പൂ പൂത്ത് വയ്ക്കുന്നുണ്ട്. എങ്ങനെയാണേലും എണീക്കുമ്പോൾ അന്നേരം വിളിക്കും അപ്പേന്ന്. സാധാരണ പിള്ളേരെല്ലാം എണീറ്റ് വിളിക്കും, അമ്മേന്ന് വിളിക്കും. പൂവിന്റെ മണം വരുന്നുണ്ടോ? ഇലയില്ലാതെ എന്ത് പൂവാ? എന്ത് പൂവാന്ന് എനിക്ക് അറിയത്തില്ല, പേര് പറത്തില്ല. പക്ഷെ അതിന്റെ സെറ്റപ്പ് ഒരു ദിവസം ഉള്ളൂ. ചിലപ്പോൾ 2 പ്രാവശ്യം ഉണ്ടാവും. അതിൽ കൂടുതൽ അത് ഒത്തിരി ഒന്നും ഉണ്ടാകത്തില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാപ്പി പൂക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് തന്നെ പൂക്കുന്നത്. ഏകദേശം ആ മണമാണ്. പക്ഷേ ഇതിൻ്റെ ഇല മൊത്തം പൊഴിഞ്ഞു പോയിട്ടേ ഇത് പൂക്കുള്ളൂ. എന്നാ എന്നെ ശാമളമ്മ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ചന്ദനമല്ലോ ആ സിന്ദൂരമല്ലോ ഉണ്ടാക്കിയിട്ട്. എനിക്ക് ശ്യാമളമ്മ ഉണ്ടാക്കുന്ന ഉപ്പുമാവിന്റെ അത്ര എങ്കിലും ഒത്തോ? അതാ പറഞ്ഞേ. അയ്യോ അത്ര അയ്യോ അത്ര ഒത്തോന്നല്ലേ ഞാൻ ചോദിച്ചേ. എന്നെ നിങ്ങൾ നെഗറ്റീവ് അടിക്കുന്നത്? ടേസ്റ്റ് അല്ല ഉദ്ദേശിച്ചേ. നീ നല്ല ചേട്ടാ, സോറി നീ അല്ല ചേട്ടാ, നീ എന്ന് തന്നെ വിളിച്ചോ, കുഴപ്പമില്ല. എടാ മോനെ, നീ ചേട്ടാ ഉണ്ടാക്കിയത് നല്ല കുഴച്ചുണ്ടാക്കുന്നു. നിനക്ക് കുഴച്ചാണോ ഇഷ്ടം അതോ ഇങ്ങനെ ഈ പൊടി പൊടിയായിട്ടിരിക്കുന്നത് ഇഷ്ടം? എന്നതാണേലും തിന്നാ മതി. ഇത് സിനിമയ്ക്കകത്ത് മറ്റേ കഥ പറയുമ്പോ സിനിമയ്ക്കറിയോ, എനിക്ക് എന്നെ എല്ലാ മാസവും ഫീസ് എടുക്കുന്ന ഒരു കുട്ടിയായ മതിയെന്നു ഇങ്ങോട്ട് പറയില്ലേ? ഇതുണ്ടല്ലോ തൊണ്ടത്തങ്ങ് മറ്റേ വെള്ളത്തിന് ഒത്തിരി ആവശ്യം വരും. ഇതാകുമ്പോ കുഴപ്പമില്ല. ഇന്ന് വരെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. പ്രത്യേക രീതിയാണ് ഞാൻ അമ്മ എങ്ങനെ ഉണ്ടാക്കുന്നത്. അതിന് ഒരുപാടില്ല, ശകലം പൊടിയും കൂടി ഇട്ടാൽ മതി. ഓക്കെ. തീയും കുറച്ചിടണം. തീ കൂട്ടിട്ടാ അങ്ങനെ നല്ല പഞ്ചസാര ഇടണം. ഇതിടരുത് പഴം. അതിനകത്ത് ഭയങ്കര ടേസ്റ്റാ. ഇതും മീൻകറിയും കൂടെ കഴിക്കണം. വാ, അയ്യേ ഉപ്പുമാ മീൻകറിയാ? ഉപ്പുമാവും പോത്തിറച്ചിയും കൂടെ കഴിക്കണം. സൂപ്പറാ. ല്ലോ ശ്യാമളമ്മ വിളിച്ചായിരുന്നോ? ശ്യാമളമ്മ ഇന്നലെ രാത്രി വരെ വിളിച്ചു. രാത്രി എവിടത്തെപ്പോഴാ വിളിച്ചേ? അമ്മ എന്തോനാ വെഞ്ഞാറുമ്പോൾ കഴിഞ്ഞു കുറെ കൂടെ. പിന്നെന്താ വിളിക്കാഞ്ഞേ? പിന്നെ എന്തിനാ വിളിക്കുന്നേ? വന്നു കഴിയുമ്പോ അങ്ങ് പോകുന്ന അണ്ണം വരുമെന്ന് അറിയാലോ. അങ്ങോട്ടാണോ പോകുന്നത്? ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞോ? അല്ല, രാത്രി പിന്നെ ചേട്ടാ 26 പ്രവീണ താമസിക്കുന്നതിനടുത്തല്ലേ അമ്മ വിടുന്നേ? മുണ്ടക്കത്തിനല്ലല്ലോ. ഇല്ല പൊക്കോ. ആണോ? മുണ്ടക്കത്തിനല്ലല്ലോ. എന്നിട്ട് പിന്നെ അവിടുത്തെ പിള്ളേർക്ക് പൊങ്കാല കൊടുത്തിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. വരുമോ ഇന്ന്? അറിയത്തില്ല, അവര് വരുമെന്നാ പറഞ്ഞേ. പിള്ളേർക്ക് പൊങ്കാല കൊടുക്കണ്ടേ? എപ്പോ വരുമെന്ന് പറഞ്ഞു? അത് പ്രവീണ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങും. ഇന്ന് ഇറങ്ങിയില്ലല്ലോ. സമയത്ത് ഇറങ്ങിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അമ്മ വരും. നീ പോയി വരുമോ? കുശുമ്പ് നോക്കിയിരിക്കുക എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ. പൊങ്കാല പൈസ കൊണ്ട് തരാന്ന് പറഞ്ഞോ? നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തപ്പല്ലേ പറഞ്ഞോ? പിന്നെ പൊങ്കാല പൈസ കൊണ്ട് തരത്തില്ലേ? അപ്പൊ വിളിച്ചിട്ടില്ല എന്നാണല്ലോ ഇതുവരെ. തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നു. എവിടെ? തിരുവനന്തപുരത്ത് നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് ഇല്ലേ? ബസ്. എന്റെ പൊന്നെ ചേട്ടാ, എനിക്ക് ഒരാള് ചേട്ടയാണ് വിളി ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വിളിക്കാറില്ല. അത്യാവശ്യം അല്ലാതെ ചുമ്മാ ഇങ്ങനെ വിളിച്ച് ഇവിടെ അത് നല്ല അത് നല്ല എന്തിനാ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ ലൊക്കേഷൻ. നോക്കാലോ കയറി എവിടെയാ ഞാൻ അങ്ങനെ ഈ ചേട്ടൻ കളിക്കുന്ന പരിപാടി എവിടെയാണെന്ന് കിള്ളി നോക്കാറില്ലല്ലോ. ഇത് ഓട്ടോറിക്ഷ വരുന്നു. പെട്ടോ? ഓ പിന്നെ നിന്റെ അമ്മ അല്ലെങ്കിൽ ചെറിയ ചേട്ടനായിരിക്കും. അത്രേ ഉള്ളൂ. ഓടിച്ച് ഇതേണ്ട ശ്യാമള വന്നു. ശ്യാമള ഓടി വാ, ഓടി വാ. ശ്യാമള അതെ പൊങ്കാല പൈസ ആയിട്ട് ഓടി വരുന്നുണ്ട്. പക്ഷെ സോറി അല്ല, ചെറിയ ചേട്ടനാ. അത് ചെറിയ ചേട്ടൻ്റെ അവിടെ. ശ്യാമളമ്മ ഞാൻ ഓർത്തപ്പ വെറുതെ വരുന്നില്ല.
എന്നിട്ട് കൊച്ചു കരഞ്ഞുകൊണ്ട് പോകുന്നു ശ്യാമളമ്മ അല്ലെന്നും പറഞ്ഞു. ഷോ മോഹം കഴിക്കില്ലല്ലോ. മോഹം കഴിക്കേ. ആര് കഴിച്ചു മോഹം കഴിക്കാൻ ചേച്ചി വാ കഴിക്കേ. കുലുക്കുളി തുപ്പിക്കണേ. ഇതൊക്കെ എപ്പോഴാ പഠിക്കുന്നേ? ഇങ്ങനെ വന്നേ മോഹം കഴിയാൻ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു ആദ്യം ചോദിക്കും. അങ്ങനെ ശ്യാമളമ്മ വന്നില്ല. പക്ഷെ ശ്യാമളമ്മ എന്തെങ്കിലും രാവിലെ വന്ന ചരിത്രമുണ്ടോ? അതുകൊണ്ടാ അത് ഞാൻ ഓർത്തിനി അതുകൊണ്ടല്ലെന്ന്. അതിന് വലിയ പ്രായമൊന്നും ഇല്ലല്ലോ. 10, 25 എത്ര 50 അല്ല 40 എന്നാ എത്ര? ശ്യാമളമ്മ പൂന്താനമാക്കരുത്. പൂന്താനം ഉടലോടെ സ്വർഗത്തിൽ ഞാൻ ആദ്യം പോവും. ഉടലോടെ സ്വർഗത്തിൽ പൊയ്ക്കോണ്ടിരിക്കും ഇപ്പൊ ഞാൻ. ഇപ്പൊ നീ സ്വർഗത്തിലല്ലേ? അത് നിനക്ക് തോന്നുന്നു. എന്റെ കൂടെ ജീവിക്കുന്നോണ്ട് നിനക്ക് അത്ര സുഖമായോണ്ട് തോന്നുന്നു. കാല് ചേട്ടായി പലതരം പ്രശ്നങ്ങൾ എല്ലാ ഭാര്യമാർക്കും മിക്ക ഭാര്യമാർക്കും ഉണ്ടാവും. ഒന്നീ കെട്ടിയവന്മാര് കള്ളു കുടിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ പിശുക്കന്മാരായിരിക്കും, അല്ല സംശയരോഗികളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അങ്ങനെ നടക്കുന്നവരായിരിക്കും. ഇതൊന്നുമല്ല എനിക്ക് കിട്ടിയിരുന്നത്. ഒരു കപ്പളങ്ങ തരാനുള്ള കേസാണോ? അത് തന്നെ. ഇതിന് ഇങ്ങനെ ഈ നാപ്പിട്ടടിച്ചെന്തൊക്കെയാണോ പറഞ്ഞ് എനിക്കറിയത്തില്ല. ഇത് പണ്ടില്ലായിരുന്നു ഈ സ്വഭാവം. അത് ഞാൻ ചുമ്മാ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു രസമല്ലേ, ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ട ജീവിതത്തിൽ. ഒന്നുമില്ലാതെ ഒരു വഴക്കില്ലാതെ അലമ്പില്ലാതെ ഒന്നുമില്ലാതെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നാ ഭയങ്കര ബോറല്ലേ? ഒന്നുമില്ലാതെ പിരിക്കാം. അതെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു. കുറച്ചു നേരം പുള്ളി ഇങ്ങനെ നോക്കും. പറഞ്ഞിട്ട് അടപ്പ് നീ എന്നെ അങ്ങനെ അടച്ചു വെച്ചത് അങ്ങനല്ലല്ലോ അടപ്പ് അടച്ചു വെക്കേണ്ടത്, തിരിച്ചിങ്ങനെ അവിടെ തുടങ്ങും. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. മുട്ട ഇടുമ്പം വെള്ളത്തിൽ ഇടുമ്പം മുഴുവൻ മൂടി എന്നത്തെ എന്ന് പറയണ്ടേ? മുട്ട ഇടുമ്പോ മുട്ടയുടെ മൂടി വെള്ളം ഇടണം. ഞാൻ ജനിച്ചപ്പോ തൊള്ള കാര്യങ്ങൾ മുട്ട ഇടുമ്പം മുട്ട വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോലെ വെള്ളം വെക്കണം. തിരിച്ചു പറയാനാണെങ്കിലോ മുട്ട ഇടുമ്പോ വെള്ളം മൂടി വെക്കണം. അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞു തന്നു. അത് തെറ്റായിപ്പോ എന്റെ സോറി. അത് പറഞ്ഞാണോ വഴക്കായിട്ട് പറയത്തുള്ളൂ. അല്ല അങ്ങനെ പറയാം. ഞാൻ പറയാൻ പോയല്ലേ. അപ്പൊ നീ എന്നാന്ന് ചോദിച്ചു പുറകെ നടന്നിട്ടില്ല ഞാൻ പറഞ്ഞേ. അതല്ല വേറെ തലമെടുക്കാൻ പറയും. അതല്ല ഞാൻ പറഞ്ഞത്. അതിനാ നിന്നെ നീ പരാജയപ്പെടുന്ന പോലെ വരുന്ന തോന്നുന്നുണ്ടോ? അങ്ങനൊന്നും ഇല്ല. എന്നാ പറയാ നമുക്ക് ഇതൊക്കെ സംസാരിക്കറിയാം. പക്ഷെ ഈ ഒരുമാതിരി ഇങ്ങനെ ഈ പുളകളോട് തന്നെ സംസാരിക്കാനല്ലേ ഇഷ്ടമല്ലത്. അത് മനസ്സിലായി. എന്നാ ശരി ഞാൻ പോട്ടെ. ഞാൻ പോയി നാരായണ പഠിപ്പിക്കട്ടെ. പോയി നാരായണി അവിടെ നിന്ന് എറിമാടത്തി വിടുക. അവിടെ നമ്മള് പഠിക്കുകയല്ല. അവള് പോവല്ലേ എറിമാടത്തി? അവള് പോവല്ലേ? അവിടെ പട്ടിക്കൂടിന്റെ അവിടെ വിട്ടാലോ? അപ്പൊ പേനായിരിക്കുന്നേ? പേനല്ല പിന്നെ എന്നാ വട്ടാനായിരിക്കും. വട്ടാൻ ഇപ്പൊ ഇല്ലേ? ഇപ്പൊ ഇല്ലേ? 1, 2, 3, 4, 5, 6, 10, 12 എത്രയൊക്കെ കളർ മുടിയാറില്ല അടിച്ചത്. എനിക്കറിയത്തില്ല. അവള് TV കാണാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുക. നീയാ ഈ കൊച്ചിനെ നശിപ്പിക്കുന്ന കേട്ടോ. അവള് 10ാം ക്ലാസ്. ഇനിയൊരു 10ാം ക്ലാസ് അവളുടെ ജീവിതത്തിൽ വരത്തില്ല. പുറകിലും ഇല്ല മുമ്പിലും ഇല്ല. ഒറ്റ 10ാം ക്ലാസ്സേ ഉള്ളൂ. ഒറ്റ പരീക്ഷ അവക്ക് പഠിക്കാൻ പറ്റുന്ന അവള് നേടുകയുള്ളൂ. അങ്ങനല്ല. ഇപ്പൊ 1 മണിക്കൂർ പഠിച്ചാൽ നേടുന്ന സാധനം അല്ല 2 മണിക്കൂർ പഠിച്ചാൽ നേടുന്ന സാധനം. ചിലപ്പോ അരമണിക്കൂറിൽ കിട്ടും. ചിലപ്പോ 1 മണിക്കൂർ പഠിച്ചതിന്റെ അല്ല 1 മണിക്കൂർ പഠിച്ചതിന്റെ പകുതിയെ ചിലപ്പോ അടുത്ത 1 മണിക്കൂർ കിട്ടത്തുള്ളായിരിക്കും. പക്ഷെ അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. 1 മണിക്കൂറല്ല 10 മണിക്കൂർ പഠിച്ചാലും അവക്ക് തോന്നണം ഇതിനകത്ത് എത്തണമെങ്കിൽ. അത് വേണം. അവള് പുസ്തകം തുറന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കണെങ്കിലോ അല്ല അതേസമയം അവള് മനസ്സ് മൊത്തം അവക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നാ നീ പഠിക്കാൻ TV കണ്ടോളാൻ പറഞ്ഞു. ഫുൾ ടൈം അവൾ TV കണ്ടാലോ? ഞാൻ അങ്ങനല്ല. അവള് രാവിലെ തൊട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരം പഠിക്കാനെന്ന് പറയാ. 5:30 പഠിക്കുന്നുണ്ട്. കുറച്ചു നാൾ നീ TV കാണാൻ പറയുക. ഇതാ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഈ സ്വഭാവം കൊണ്ട് പാടാണ് എന്റെ പൊന്നു മോനെ. എനിക്കറിയത്തില്ല. നീ ചെയ്തോ എന്നെ വേണം ചെയ്തോ. എനിക്കെന്നാലും ഞാൻ എന്റെ പൊന്നെ വീട് എനിക്കൊരു കാർ രക്ഷിച്ചെടുക്കണം. നല്ല പറയാൻ കാറ് കയറിക്കൊണ്ട് ചേട്ടായിക്ക് നന്നായിട്ടറിയാം. അവള്
A+ ഒന്നും മേടിക്കത്തില്ല എന്നുള്ള മനസ്സിലുണ്ട് ചേട്ടാ. അതാണ് ചേട്ടാ ഈ കാറും മേടിച്ചു വരാന്ന് പറഞ്ഞത്. അങ്ങനല്ല, അത് നിന്റെ കണക്ക് കൂട്ടല്. ഞാൻ പറഞ്ഞ എന്നു ചോദിച്ചാൽ കാർ കിട്ടുമെന്ന് ഓർത്തെങ്കിലും അവൾ A+ മേടിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റത്തില്ലെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ആണല്ലോ ഒരു കാർ മേടിച്ച് തരാമെന്ന്. 18 വയസ്സാകുമ്പോൾ ഇപ്പോഴല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അത് നടപടിയുള്ള കേസാണ്. കാരണം എന്താ വെച്ചാൽ അല്ലേ പിന്നെ എനിക്ക് വേറെ വല്ലതും പറയാമല്ലോ. ഇപ്പം കൊടുക്കാൻ പറ്റുമോ? ഇപ്പം കൊടുക്കാൻ എന്നെ കൂടെ പറ്റത്തില്ല. മേടിച്ചോന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് 18 വയസ്സാകുമ്പോൾ കാറും എടുക്കാം. അങ്ങനെ വിചാരിച്ചോണ്ട്. അപ്പം നീ ഒരു കാര്യം ചെയ്താൽ മതി. A+ എന്നൊരു 10 എഴുതിയിട്ട് ചുറ്റിനും ഇങ്ങനെ ഒട്ടിച്ചിട്ട്. എന്നോടൊന്നും കാർ മേടിച്ചു തരാമെന്നും ആരും പറഞ്ഞിട്ടില്ല. എന്തോ മേടിച്ചു തരാമെന്ന് എന്തോ ഒരാൾ പറഞ്ഞായിരുന്നു. ആ പുള്ളി പാലിച്ചില്ല, പറ്റിച്ച്. എന്നാ ഞാൻ ഓർക്കുന്നില്ല. നമ്മളത് കിട്ടത്തില്ല, നമുക്ക് നേരത്തെ അറിയാം. അതുകൊണ്ട് പിന്നെ നമ്മളത് ഓർക്കത്തില്ലല്ലോ. അന്നേരം ഓർത്തിട്ടില്ല, പിന്നല്ല പിന്നെ ഓർക്കുന്നത്. അത് ജയിക്കുവാണല്ല, ഞാൻ ജയിക്കത്തേ ഇല്ലെന്നാ പുള്ളി വിചാരിച്ചത്. ആ അതെ. എന്നാ അവളെ TV കാണാൻ പറ, സിനിമ നോക്ക്. സത്യമാണല്ലോ ഇങ്ങനെ എന്താ പറയാ, ഇറിറ്റേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ചാനൽ പോകും ചേട്ടാ. അടുത്ത് ഒരു 10 മിനിറ്റ് എന്നിട്ട് നമ്മൾ വേറെ എന്തൊക്കെ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഇങ്ങനെ അശ്രദ്ധയുള്ള ഒരാളൊന്നും അല്ല ഞാൻ. എന്റെ ശ്രദ്ധ മൊത്തം അയ്യോ, നിനക്ക് നല്ല അശ്രദ്ധയുണ്ട്. നിനക്ക് ഞാൻ കണ്ട കാലം തൊട്ട് നീ ചെയ്യുന്ന പ്രവൃത്തി നിനക്ക് ഒരു ബോധമില്ല. രേവതിയോട് പറയുന്നല്ലോ എന്തിനു ചെയ്യുമ്പോ എടി നീ അത് ചെയ്തായിരുന്നോ? അത് ചെയ്തില്ല ചേട്ടാ, വഴക്കുറല്ലോ. അങ്ങോട്ട് പോയി ഓ അതൊന്നുമല്ല. നീ എന്നാണ് ഇത് ചെയ്യാതിരുന്നത്? ഒന്നുമല്ല ചേട്ടാ അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയില്ലേ. ഉടനെ ഇതെല്ലാം കൂടെ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് മിണ്ടായിരിക്കാവോ? ഇതൊരു കൺഫ്യൂഷൻ ആയിട്ടല്ല മോളെ. നീ നേരത്തെ തൊട്ടേ നിനക്ക് ചെയ്യുന്ന പ്രവൃത്തിയിൽ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയില്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. നിനക്കൊരു കുറവായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് അത് മാത്രമാണ്. താനും ശ്രദ്ധ വരുത്തണം. എല്ലാവർക്കും ഒരു കുറവ് കാണും. സമാധാനം തരാം. നാളെ രാവിലെ നീ എന്റെ പൊന്നേട്ടാ ഞാനില്ല. എനിക്ക് ഇങ്ങനെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി അല്ലെ നമ്മൾ വൈരാഗ്യ ബുദ്ധിയോട് ജീവിച്ച് അല്ലെങ്കിൽ ചെയ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു ടാസ്ക്. അങ്ങനെ ടാസ്ക് ഒന്നുമില്ല, സിമ്പിൾ കേസായി. പറയുന്ന പോലും കേൾക്കാതെ ഇങ്ങനെ ശ്യാമളമ്മയെ പോലെ ചാടി കളിക്കാൻ പറ്റില്ലേ. കാരണം കാര്യം നീ മോളൊക്കെയാണ്, അതുപോലെ സ്വഭാവം കാണും. എന്നാലും പറഞ്ഞതിന് ശേഷം അത് പറ്റുന്നതാണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് എന്നെ തല്ലാൻ പാ കേട്ടോ. അതായത് നാളെ രാവിലെ നിന്നെ സ്വസ്ഥമായിട്ട് വിടുക. നീ അടുക്കള കയറി മൊത്തം പണിയും ചെയ്ത് ഉച്ചയാകുമ്പോൾ നീ തിരിച്ചിറങ്ങി വരുന്നു. എന്നിട്ട് നീ എല്ലാം കറക്റ്റാണോന്ന് നീ നോക്ക്. നീ തന്നെ നോക്ക്. നമ്മളാരും നോക്കാനോ വിലയിരുത്താനോ ഇല്ല നിന്നെ. ആയിരിക്കുമല്ലേ? ഞാൻ തന്നെയാണെങ്കിൽ ഞാൻ ഇതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യും. എന്നാ ശരി, നാളെ കാണാം. നാളെ കാണാം. അപ്പൊ പറഞ്ഞോർക്ക് നീ അങ്ങോട്ട്. പക്ഷെ ഇതൊക്കെ ഇതിന്റെ പൊന്നുമോനെ മോൻ എവിടെയും പോകുമ്പോ പിന്നെ ഞാൻ ആര് ചെയ്തു അത് ഓക്കെ. അതല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ ചെയ്ത കാര്യം അല്ലല്ലോ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ട് വന്ന വിഷയം നീ മറന്നുപോയി. അതായത് നീ സമാധാനത്തോടെ ചെയ്യുന്ന കാര്യമാണ് നീ പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ തന്നെയാണെങ്കിൽ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ ഇവിടെ ഞാൻ തന്നെയാണ്. അത് പറയണ്ട, നാളെ കാണിച്ചാൽ മതി. നാളെ കാണാം. ഞാൻ ഇച്ചിരി പാട്ടും വെക്കും. എന്റെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് എനിക്ക് ഈ പാട്ട് കേൾക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ടൊക്കെയാണ് എന്റെ ആ ഒരു സംഭവങ്ങൾ ഇല്ലാണ്ടായത്. ഞാൻ ചെയ്യുമ്പോൾ പാട്ട് വെച്ച് ഞാൻ എന്റേതായ രീതിയിൽ അവിടെ ചെയ്തിരുന്നു. 10 മണിക്ക് മുന്നേ എന്റെ പണി തീർക്കും ഞാൻ. തൂത്തുമായി ഞാൻ തന്നെ എവിടെയും പോയി കഴിഞ്ഞാൽ ഞാൻ ശമ്പളം തന്നെ ഉണ്ടെങ്കിലോ എന്റെ പണിയെല്ലാം തീർത്ത് ഞാൻ ഒരു 10 മണിയാകുമ്പോഴേ ഞാൻ TV കണ്ടിട്ടിരിക്കും. കാരണം എന്റെ പണിയെല്ലാം തീർന്നു. ഓക്കെ മനസ്സിലായോ? കേട്ടാ മിടിക്കിയ പോലുണ്ട് കേട്ടോ. മനുഷ്യന്റെ കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, കുറവുകളും ഉണ്ടാവും. ഒരാള് എല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പോകാൻ ടൈം ആവും. അതുകൊണ്ടാകാത്ത അങ്ങനെയൊക്കെ പറ. അതൊക്കെ രസമുണ്ട് കേൾക്കാൻ. ഇനി നൈറ്റ് കൊള്ളാമല്ലോ. ഇത് ഫ്രണ്ടിൽ നിന്ന് കണ്ട ചുരിദാറാന്ന് തോന്നുന്നു, പുറകിൽ നിന്ന് കണ്ടാ നൈറ്റ്. ഇവിടെ ഇന്നലെ നീ ശ്യാമളയുടെ ഇട്ട്, ഇന്ന് സരസ്വതിയുടെ ഇട്ട്. കാക്കമ്മയുടെ എന്ത് ചെയ്യും? അമ്മ ഇത് മേടിച്ചു. ഞാൻ അമ്മയും കൂടെ പോയാണ് മേടിച്ചത്. സരസ്വതി അമ്മയും ഞാനും കൂടെ പോയി മേടിച്ചതാണ്. പക്ഷെ അന്ന് ഞാനാ പറഞ്ഞ അമ്മ നല്ലതാണ്. അമ്മ പറഞ്ഞത് ചെറുതാ. അമ്മയ്ക്ക് അത് ചെറുതാന്നല്ല, അമ്മയ്ക്ക് ചുരിദാർ കട്ടിങ് അമ്മയ്ക്ക്. എന്നാലും നമ്മുടെ ശ്യാമളമ്മ വന്നില്ലോ. അമ്മ വന്നു പട്ടിക്കുഞ്ഞിനെ അമ്മ വന്നു പാല് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ ശ്യാമളമ്മ പൊങ്കാല പായസമായിട്ട് വന്നില്ലടി. നീ വലിച്ചു പോകത്തില്ലടി? അത് ഇത്ര നേരമായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ രാവിലെ 9 മണിക്ക് 10 മണിക്കോ 10:30 ഇടാൻ തുടങ്ങിയ അവിടെ വന്ന് വെച്ച് പൊങ്കൽ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൊണ്ട് തന്നെ ഓർമ്മയുണ്ടോ? ഒരു സമയമാവും. ആ ചൂടത്ത് അത് എടുത്തോണ്ട് ഇത്ര 4-5 മണിക്കൂർ ഇങ്ങോട്ട് വന്ന്. കഴിഞ്ഞ വർഷത്തെ വീഡിയോ എടുത്ത് കാണിക്കണോ? ശ്യാമളമ്മ അങ്ങോട്ടല്ലേ പോയ. അമ്മയ്ക്ക് ഓർക്കണമെങ്കിൽ അല്ല, ഓർമ്മ വരണമെങ്കിൽ അമ്മയ്ക്ക് 2 മക്കൾ. ഈ വർഷം കഴിഞ്ഞ വർഷം ഈ മക്കള്, ഈ വർഷം ആ മക്കള്, അടുത്ത വർഷം നമ്മുടെ അടുത്ത. ഓക്കെ അത് മക്കളല്ലേ? അതെ. അപ്പൊ അടുത്ത വർഷം ഇവിടെ അല്ലേ ചേട്ടാ? പിന്നെ അല്ലേ? അടുത്ത വർഷം പറ്റുമെങ്കിൽ ഞാനും പോകും. തീരുമാനിച്ചു വെച്ചേക്കുന്നൊരു കാര്യമാണ്.
അടുത്ത വർഷം. നീ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തീരുമാനിച്ചല്ലോ അടുത്ത വർഷം പോകും. ആ അത് മാറ്റുന്നില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ? അതെ, അടുത്ത വർഷം ഇതുപോലെ തന്നെ എക്സാം ഇല്ല. നമ്മൾ പറയും അടുത്ത വർഷം പോകാന്ന്. എക്സാം ഇല്ല. അട്ടുച്ചയായല്ലോ, ആരോ വന്നല്ലോ. ആരുടെ ഞാൻ പോയി ആരാടി? ആരുടെ? സ്റ്റാൻഡർ വേണ്ട, തുറക്കണ്ട, ചിലപ്പോൾ തിരിച്ചു കൊണ്ടുപോകും. അമ്മ വല്യമ്മയ്ക്ക് ഇപ്പോഴും തൂട്ടായി അറിയത്തില്ലേ? സ്ഥലമാണല്ലോ. തിരിച്ചോളാൻ പറ, തിരിച്ചോളാൻ പറ. തിരിച്ചോ തിരിച്ചോ. പോകുന്നില്ല, ചേട്ടൻ പോകുന്നില്ല. എവിടുന്നാണ് ഓർഡർ വിളിച്ചത്? പുടിമറ്റത്തുനിന്നോ? കാശുണ്ടായിരുന്നല്ലോ, കൊടുത്തു വിട്ടാൽ പറയാനോ, വിഷയമില്ലായിരുന്നല്ലോ. വിളിച്ച് പറയണ്ടേ? എന്നാ എന്നാ ചോദിച്ചാ വിളിച്ചോ? രാവിലെ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പം എന്നാ നേരം വെളുത്താനോ? സൂര്യൻ തന്നെ ഉച്ചയിലായതല്ലേ ഉള്ളൂ. അല്ല പിന്നെ ഞങ്ങൾ അടയ്ക്കണോ? എന്ത് സൂര്യനെ കാണുന്നില്ലോ? ആ അതെ, നേരെ മുകളിലുണ്ട്. ആണോ? ആദ്യം ഇത് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ സാധനം. പാല് മേടിക്കാൻ ആരാ പറഞ്ഞേ? ഞങ്ങളുമായിട്ട് പോയി മേടിക്കുകയല്ലേ? ഞങ്ങൾക്ക് അറിയത്തില്ല പാലൊക്കെ മേടിക്കാൻ. പിന്നെ ഇവിടെ താഴെ വരെ നടന്നു പോയി പാല് മേടിക്കാനല്ലേ ഇത് ബുദ്ധിമുട്ട്. വന്ന് കയറുന്ന അലമ്പാണല്ലോ. ഓഫ് ചെയ്യടി, ടി വി ഓഫ് ചെയ്യും. എന്നാ കാണാനാ നീ? ഇവിടെ പൊങ്കാല നടക്കുമല്ലേ? പിന്നെ അമ്മ ചോദിച്ചേ വന്നപ്പോ കുത്തിയിട്ടുണ്ടായിരുന്നോ? പിള്ളേര് ഒരുക്കുന്ന സമയം ഞാൻ എണീറ്റ് വന്നു. 3 ദിവസത്തെ ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു. പോയിരുന്നില്ല, ഞാൻ എണീറ്റ് വന്നിട്ട് അന്നേരം ഞാൻ ചോദിച്ചെടി പ്രവി പോയെന്നിട്ട് പ്രവി പോയെന്ന്. പിന്നെ ശ്യാമള നോക്കി നിൽക്കാൻ പറ്റുമോ ഉച്ച വരെ? അതല്ലേ പറയണ്ടേ. ഞാനോ ഇപ്പൊ സമയം എന്നാന്നറിയോ? പിള്ളേർ 12:01. അവിടെ വിളിപ്പില്ല, അവ കിടന്ന് 9 മണി ഞാനിപ്പോ അത് ഇവിടെ ആണല്ലോ 9 മണിക്കാണല്ലോ എഴുന്നേക്കുന്നത്. അപ്പൊ രാവിലെ എഴുന്നേറ്റെന്ന് പറ വരുമല്ലോ. അല്ലേ? തുണിയൊക്കെ അവനോട് അവൻ വന്നോ?
അവൻ വേറെ ആൾ ഓട്ടം പോയിട്ട് പിന്നെ അച്ഛനെ പറഞ്ഞു അതിപ്പോഴേ അതിപ്പോ 9 മണിന്ന് പറയുമ്പോ രാവിലെ ആണല്ലോ, ഇവിടെ എഴുന്നേക്കാൻ സമയമല്ലേ ഉള്ളൂ. പിന്നെ പക്ഷെ ഇപ്പൊ സമയം 12 ആയല്ലോ. അത് കുഴപ്പമൊന്നുമില്ല, ഇവിടെ വൈകിട്ട് വന്നാൽ മതിയായിരുന്നു. അല്ല ഇത് ഉറങ്ങിയില്ലേ 3 ദിവസം ഉറങ്ങാനില്ലായിരുന്നോ? പകുതിക്ക് വെച്ച് ഉറക്കം കളഞ്ഞിട്ട് പറഞ്ഞ എന്നെ കൊണ്ട് കടങ്കൈ ജയിപ്പിക്കല്ലോ. നല്ല എന്നാടി പറഞ്ഞത് നിന്നോട്? ആരാണ് രാവിലെ 6:30-ക്കോ എപ്പം വരുമെന്നാ പറഞ്ഞേ? നീ നിന്റെ കെട്ടുകളും കൂടെ എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും അമ്മ ഞങ്ങൾ വരും കേട്ടോ, ഒന്ന് വരുന്നതായിരിക്കും. അവിടെ ചെല്ലുമ്പോ അങ്ങനെ ഇങ്ങനെ ഞാനും കെട്ടുകളും കൂടെ എവിടെയാ പോയിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞേ? ആ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ. അപ്പൊ തന്നെ നിങ്ങൾ കള്ളം പറയും. വീഡിയോ കാണുന്നവർക്ക് അറിയാലോ. എവിടെയാ പോയെന്ന് പറ, ഒരു സ്ഥലം പറ. അതിവിടെ വെക്കുമ്പോൾ വേറെ ഉണ്ട്. കാക്കമ്മ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ് പോയ സ്ഥലം പറ. വേറെ ഉണ്ട് അമ്മയ്ക്ക് ഇടാൻ വേറെ ഉണ്ട്. ഉണ്ട്. മനസ്സിലായിട്ടുണ്ടേ ചിലപ്പോ അങ്ങനെ പറഞ്ഞിരിക്കും, ചിലപ്പോ താമസിച്ചിരിക്കും. എന്നെ ഉച്ചയ്ക്കുമ്പോ എവിടെ വരും എന്നുള്ള 10 മണിയാണ് ഞാൻ കടക്കൂട്ടിയത്. ഇതൊക്കെ ഉണ്ട് അമ്മയുടെ ഉണ്ട്. ഇപ്പൊ വേണ്ടടാ, ഇതൊക്കെ വേണ്ടെന്നോ. പൊങ്കാലൊക്കെ ഒത്തിരി പിള്ളേർക്ക് കൊടുക്കുന്നു. വിളിക്കണ്ട. സത്യം പറയും പല്ല് തേച്ചില്ലേ? പല്ല് തേച്ചില്ല. ഇന്നുണ്ടെന്നാ പറഞ്ഞ, ഇന്നലത്തെയാ. അമ്മ പായസം കിട്ടിയോ നിനക്ക്? പൊങ്കാല പായസം കിട്ടിയോ? സൂപ്പർ പൊങ്കാല കിട്ടിയല്ലേ? ആ ഞാൻ കണ്ടില്ല, എന്ത് ചെയ്യണോ കിടപ്പുണ്ട്. പൊങ്കാല പായസം ഇവിടെ വന്നിട്ട് ഇരിക്കുകയായിരുന്നു. അടുത്ത് ശരിയാക്കി വെച്ചില്ലെങ്കിൽ അഴുക്കാവും. അത് ചെറിയൊരു പരിപാടി. അത് തന്നെയല്ല അവർക്ക് അന്നേരം ഞങ്ങളെ ഇവിടെ ഓടി പോകുന്നല്ലേ. എന്നിട്ട് പോലും മനസ്സിലായില്ലേ? ആ സുരേഷ് ഗോപി ഒന്ന് തൊട്ടടുത്ത് കാറെ വന്ന് നിർത്തിയിട്ട് പോലും മനസ്സിലായില്ല. പിന്നെ എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ പുള്ളി തല ചില്ലിട്ടിരിക്കുവാടി. ചില്ലില്ല നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണും. ചില്ലിട്ടിട്ട് പുള്ളി എന്തോ മൊബൈലിൽ ഇങ്ങനെ കുത്തിപ്പിടി നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ തന്നെ ഈ സുരേഷ് ഗോപിയോ മോഹൻലാലിനെയൊക്കെ പോലെ എത്രയോ മനുഷ്യരാ സ്ത്രീപ്പുള്ളവരാ ഉണ്ട്. ഞാൻ നമ്മളെ അങ്ങനെ ചിന്തിക്കുന്നില്ല. അതേസമയം സുരേഷ് ഗോപി ചേട്ടാ തന്നെ മോഹൻലാലാന്ന് ഓർക്കും ഇല്ലേ? ഞാൻ പുറം തിരിഞ്ഞു നോക്കിയോ ഇത് ശോഭനയാന്ന് വിചാരിക്കും. അങ്ങനൊക്കെ ഇല്ലേ? ഇപ്പൊ തങ്കം അലയൻസിലെ തങ്കം നേരെ സ്റ്റാമ്പ് വരുന്നത്. ഞാൻ അത് പുള്ളിക്കാരി അവര് അപ്പൊ ഞാനിങ്ങനെ വണ്ടി ഇങ്ങനെ എനിക്കതിനെ കത്തിയ പുള്ളിയാണോ അപ്പൊ പുള്ളി ഇങ്ങനെ പൊഞ്ഞിരിക്കുന്നതായിരുന്നു. അപ്പം സംസ്കാരം പുള്ളിക്കാരി നമസ്കാരം സാറെന്ന് പറഞ്ഞു. എന്നാ പുള്ളിക്ക് തിരിച്ചുണ്ട് നമസ്കാരം എന്നും പറഞ്ഞു. പുള്ളിയും കൈ കുപ്പി കേട്ടോ. ഞങ്ങൾ പറഞ്ഞു ഞാൻ ചിരിച്ചിട്ടുണ്ട്. പണ്ട് എനിക്ക് സിനിമ നടന്മാരെ നടിമാരെ ഞാനില്ല, ഞാൻ ഫോട്ടോ എടുക്കാൻ പോകത്തില്ല, അടുത്ത് പോകത്തില്ല, അങ്ങനത്തെ എനിക്ക് സ്വഭാവമേ ഇല്ല. എനിക്കില്ല. ഫോട്ടോ ഞാനല്ല
അതൊരു രാത്രി ദേവിയൊക്കെ പോയി എടുക്കുക. ഞാൻ മൈൻഡാനേ പോയില്ല, ശ്രദ്ധിച്ചേ ഇല്ല. എനിക്ക് പുതിയ സിനിമ ഭയങ്കര ഇഷ്ടമല്ല. ഒരു ഇത് തരണേ, മറ്റേത് തരണേ, മറിച്ച് തരണേ, നമ്മൾ കൊടുത്ത മൈൻഡത്തേ ഇല്ല. ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ പോലും എടുക്കത്തില്ല. ഞാൻ ഇങ്ങനെ ചിരിച്ചോണ്ട് എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ഒത്തിരി പേര് എടുത്തിട്ടുണ്ട് ആര്? സിനിമാടന്മാർ. കേട്ടോ. റൊണാൾഡോ ഞാനേ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ്. ശിവ പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞു. ശിവ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്റെ മോനെ ചോദിച്ചു കൊച്ചു പിന്നെ ഈ ഇവിടെയാണല്ലോ, ഇവിടെ ഒന്നും കുഞ്ഞല്ലേ. അമ്മ ഇത് കണ്ടോ എടുത്ത് ചൂരമ്മേ ചെരുപ്പൂര് അടിക്കേനെ ഉപദ്രവിക്കലെന്ന് പറഞ്ഞേ. നമ്മളിപ്പോ അവിടുന്ന് പോയിരുന്നിട്ട് ഇവള് കുഞ്ഞായിരുന്നപ്പോ പോയിരുന്നേ 14 വർഷമായി കാണാം. 14 വർഷം. 14 പായസം ഇട്ട് വെക്കാൻ പാത്രം ഉണ്ടോ? 8-10 വയസ്സുണ്ട്. ചൂടാറണ്ടേ? ചൂടാറാതെ വലിച്ചു പോകും. 8-10 വയസ്സ് കാണുമായിരിക്കും. അതിനകത്തൊന്നും മാറ്റി ഇങ്ങോട്ട് വെക്കണ്ടേ? അതിന്റെ പാത്രമാണ് ചോദിച്ചത്. ചെറുക്കനെ വലിയ പായില്ലാതെ പിള്ളേരാ രണ്ടെണ്ണം പിള്ളേരെ വിട്ടു. ഉണങ്ങിയ പാത്രം വേണം. അല്ല ഹോട്ടലിൽ നിൽക്കുന്ന അമ്മ അറിയത്തില്ലേടി? അറിയാം. എടി ഇത് മതിയോ? ദേക്കോ മതി. അത് നല്ല ഉണങ്ങി കിടക്കുന്ന ഒരു തൊഴിൽ ഇതില്ല. അവര് പിന്നെ ഇവളുണ്ടല്ലോ നമ്മുടെ ശങ്കരമ്മയുടെ മരുമോള്. എനിക്ക് ഒരു ആരും കണ്ടോ മനസ്സിലറിയത്തില്ല. ശങ്കരമ്മയുടെ മരുമോള് അത് രസം ചെയ്യണം. അത് അതിനേക്കാൾ വലുതായി. അപ്പൊ അവന്റെ അമ്മ ഇപ്പൊ പറയല്ലേ മുക്കാനില്ലേ, ഞാൻ അമ്മയെ കൊണ്ട് ആശുപത്രി പോയില്ലേ മിനിയാന്ന്. എനിക്കാണെന്നുണ്ടല്ലോ ചിലപ്പോ എന്നെ കണ്ടാൽ പോലും മനസ്സിലാകത്തില്ല കണ്ണാടി പോയി നോക്കുമ്പോ. ഞങ്ങൾക്ക് ഇത് ആരാണ് കേക്ക് പറയുന്ന ഡേ രാവിലെ കഴിച്ചു നോക്കിയ പായസം ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നോക്കി. കൂട്ടുകാർ കൊടുത്ത പായസം നമ്മളമ്മ പിടക്കൊന്നും വേണ്ട. അത്രേ ഉള്ളൂ. തിന്നല്ലോ കേട്ടോ. മറ്റേ ടേസ്റ്റ് അല്ല പക്ഷെ മധുരം ഇട്ടോ? മധുരം ഇട്ടില്ല, ഒരു സാധനം ചേർത്തിട്ടില്ല അഡീഷണൽ ആയിട്ട്. 3/4 കിലോ ശർക്കര, 1/2 കിലോയുടെ ഇതും പിന്നെ ഒരു 1/4 കിലോയോടെ വെക്കണം. 3/4 കിലോ ശർക്കരയും 3/4 കിലോ അരി. പഴവും ഇത് തേങ്ങ ഇട്ടില്ലാതെ പെട്ട കുഴപ്പമില്ല, വളിക്കല. ഇല്ല പക്ഷെ പഴം ഞാൻ ഇട്ടില്ല വളിക്കുന്നത്. വളിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പഴം ഇട്ടായിരുന്നു, പക്ഷെ പഴം ഇട്ടില്ല. അന്നേരം എന്നോട് മറ്റേ ചേച്ചി പറഞ്ഞിട്ടില്ല പഴം ഒന്നും ഉണ്ടാകും. അത് ഇനി ഈ സാധനം പഠിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം മളിച്ചോട്ടെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, നെയ്യുടെ കുറവുണ്ട്. നെയ്യ് കണ്ട കുപ്പി വരാം. നെയ്യ് ആ ഒരു ഇത്ര ഒരു കുപ്പിക്കകത്ത് നിറച്ച് നെയ്യ് വെച്ചാൽ ചുമ്മാ കിടന്ന മോൻ കണ്ടു ഇപ്പൊ പട്ടി വരുന്നെന്നും പറഞ്ഞോണ്ട് നിന്നെ പിടിച്ച് തിന്നാനൊന്നും പോകുന്നില്ല. അതാ സൂക്കെടുക്ക. അല്ല ആ വടി പിടിച്ച് പറഞ്ഞില്ലേ, അടി കൊടുത്തോണ്ടിരുന്നു. ജനങ്ങൾ എവിടുന്ന് പോരും നിന്റെ പൊന്നെ. പട്ടി കൂടിയിട്ടൊന്നുമല്ല, റീൽസ് എടുക്കാൻ വേണ്ടി വരുന്നു. ഒന്ന് പോയടി. അത് നടിമാരൊക്കെ ചിലപ്പോ ആരെയും പേരെടുത്തിട്ടേച്ചാ മതി. എന്നാ മോനാച്ചി ആരാ ആരടക്കത്തുള്ള ചേട്ടാ കാര്യമില്ല. അല്ലാതെ